Welcome to our episode 13 of Kapi Per Session and Itipak series. Today's session is all about dance. Another thing is the session would be a mix of Malayalam, Hindi and English, mostly in Malayalam because both of us speak Malayalam. And it's mostly about dance. So Sri Lakshmi is our guest speaker today, and she's known as Kalamandalam Sri Lakshmi Nair, and she's learned her classical dancing from Kalamandalam, and she's learned Bharatanatyam, Kuchipudi, and Mohiniyattam, and she's my teacher as well. I started learning Bharatanatyam from her from last year, and she's a very talented individual. And you can see, if you look at her Insta post as well, you can see her dance performance as well. And so I had a great time learning from her. So from last 1 year, we've been enjoying all those big day classes as well, group dances, solo performances as well. So yeah, over to Sri Lakshmi now to say hi to everybody. Hello everyone. Okay, എൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് കലാമണ്ഡലം ശ്രീലക്ഷ്മി. ഞാനൊരു ഡാൻസറാണ് ആൻഡ് ടീച്ചറാണ്. ക്ലാസിക്കൽ ഡാൻസറാണ് ആക്ച്വലി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി മൂന്നുമാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഒരു റിലേഷൻ തന്നെ ഒരു കോയിൻസിഡൻസ് ആണ് ആക്ച്വലി. നമ്മൾ ആ കൂടെ ഒരൊറ്റ തവണയാണ് നേരിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അതും ഒരു ലോക്ക്ഡൌണിന്റെ തലേന്ന് വന്നു, എനിക്ക് ദക്ഷിണ തന്നു സ്റ്റാർട്ട് ചെയ്തു. അത് ഇപ്പോഴും നമ്മൾ പറയും അതൊരു നിമിത്തായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്നുള്ളത്. ശരിക്കും നമുക്കതൊരു ബ്ലെസ്സിങ് ആയിരുന്നു രണ്ടുപേർക്കും. എനിക്കും അതെ, പെട്ടെന്ന് ഒരാൾ വരുന്നു, എന്നെ വിളിക്കുന്നു, ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ക്ലാസ് എടുക്കാൻ തയ്യാറാണ്, പോയി നമ്മൾ ദക്ഷിണ വാങ്ങിച്ചു തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ. എന്നാലും ടച്ച് വുഡ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ഓൺലൈൻ വഴി ഞങ്ങള് വളരെ നല്ല രീതിയിൽ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പൊ നമ്മള് അലാരിപ്പ് കഴിഞ്ഞു, മല്ലാരി കഴിഞ്ഞു, മൂന്നാമത്തെ ശബ്ദം എന്ന് പറഞ്ഞ ഐറ്റം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ശ്രീലക്ഷ്മിയുടെ ഫേവറേറ്റ് പാട്ടാ വച്ചിരുന്നത് എന്റെ കണ്ണ കേട്ടപ്പോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൃഷ്ണഭക്തന്മാരാണ്. അപ്പൊ പിന്നെ ഈ പാട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒരു കോയിൻസിഡൻസ് ആണ്. അപ്പൊ ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ കൊല്ലം ബാംഗ്ലൂരിൽ ഒരു സെക്കൻഡ് ഇന്നിംഗ് എന്ന് പറയാ ഉണ്ടായിരുന്നത്. ആ സെക്കൻഡ് ഇന്നിംഗ് തുടങ്ങുന്നത് ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരവായിട്ടായിരുന്നു. അത് ഫസ്റ്റ് തുടക്കം വെച്ചത് ഡാൻസിന്റെ ത്രൂ തന്നെ ആയിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല ഒരു 40+ ആയി കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമത് ഡാൻസ് പഠിക്കാൻ പറ്റുന്നോ, അഭിനയിക്കാൻ പറ്റുന്നോ ഒക്കെ ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല. അച്ഛന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കൊച്ചിലെ തൊട്ട് ഞാൻ ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് അതൊക്കെ കാരണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അച്ഛൻ എപ്പോഴും തോന്നിയത് അച്ഛൻ കാരണമാണ് ഞാൻ എന്റെ ഒരു ഡാൻസ് എപ്പോഴും വിട്ടുപോയിരിക്കുന്നത്. എപ്പോ പറഞ്ഞാലും ഞാൻ ഇതന്നെ എപ്പോഴും എക്സ്ക്യൂസസ് ആണ് കൊടുത്തിരുന്നത്. ഒരു ഏജിന്റെ എക്സ്ക്യൂസ്, ടൈമിന്റെ എക്സ്ക്യൂസ്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ യാ, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഐ ഗോട്ട് ടു ലേൺ ഡാൻസിങ്. സോ ഇനി കുറച്ച് ചോദ്യങ്ങളിലേക്കാണ് ഞാൻ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നത്. ഐ തിങ്ക് സം ഡിസ്കണക്ട് ആയിട്ടുണ്ടോ? നെറ്റ് ഡിസ്കണക്ട് ആയോ? I think some disconnection. You can hear the song by the time we connect again. Okay, listen to the song. എന്തോ പെട്ടെന്ന് ഡിസ്കണക്ട് ആയത്. നമുക്ക് ഇതുണ്ടല്ലോ, എപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടല്ലോ. ഡാൻസ് കളിക്കുമ്പോഴും ഉണ്ടാവും, അല്ലെങ്കിലും ഉണ്ടാവും. നാച്ചുറൽ ആണല്ലോ അത്. സോ എങ്ങനെയാണ് ശ്രീലക്ഷ്മിക്ക് ഡാൻസിനോട് ഇത്ര ഇഷ്ടം തോന്നിയത്? ഞാൻ കുറച്ച് ചോദ്യങ്ങളിലേക്കാണ് വരുന്നത് ഇപ്പോ. ഡാൻസ് എനിക്ക് അങ്ങനെ ചെറുപ്പത്തെ മുതൽക്ക് ഡാൻസ് ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ്. ആക്ച്വലി എന്റെ അമ്മ ഡാൻസർ ആയിരുന്നു. എന്നുവെച്ചാൽ കലാമണ്ഡലത്തിൽ അങ്ങനെ പഠിച്ചിട്ടൊന്നല്ല, അമ്മ നന്നായി കളിക്കായിരുന്നു. അമ്മ ആരുടെയും കീഴിൽ പഠിച്ചിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അമ്മയ്ക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അമ്മ ആക്ച്വലി കലാമത്തിൽ ചേരേണ്ട ടൈം 14 years ആണ്. 8ാം ക്ലാസ്സിലാണ് ചേരേണ്ടത്. അപ്പൊ അമ്മയുടെ അച്ഛൻ ഒരു 15-16 years ആയപ്പോ കൊണ്ടുപോയി. അത്രയും ഇഷ്ടമായിട്ട് കൊണ്ടുപോയി. പക്ഷെ 14ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കലാമത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ മുതൽക്കുള്ള ആഗ്രഹമാണ് എനിക്ക് മോളെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഡാൻസ് പഠിപ്പിക്കണം, കലാമത്തിൽ ചേർക്കണം. അപ്പോഴുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ടൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു, സ്റ്റെപ്സ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ അമ്മയായിട്ട് ഇനീഷ്യലി എന്നെ കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടും, സ്പെഷ്യലി എന്റെ അമ്മയുടെ ആഗ്രഹമാണ് ഞാൻ ഡാൻസ് പഠിക്കുക എന്നുള്ളത്. പിന്നെ എനിക്കും ഇഷ്ടമായിരുന്നു, ലൈക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടല്ല, എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് ബിഹൈൻഡ് എന്തുകൊണ്ട് ഡാൻസ് എടുത്തു എന്ന് ചോദിച്ചാൽ
ആൻസർ വന്നിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഈ സ്റ്റേജിൽ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ. ലൈക്ക് ഏറ്റവും കാര്യം പണ്ടൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ അടുത്ത് നന്നായിരുന്നു നന്നായിരുന്നു, അമ്മ മാത്രമേ പറയുള്ളൂ അത് ശരിയായില്ലല്ലോ, അവിടെ ചിരിച്ചില്ല, ഇവിടെ ചിരിച്ചില്ല. സോ ദാറ്റ് അമ്മയ്ക്ക് ഇനിയും ഞാൻ ഒന്നും കൂടെ നന്നാക്കണം. എപ്പോഴും അതാണ്, അമ്മയാണ് എല്ലാത്തിന്റെയും ബിഹൈൻഡ് ഉണ്ട്. ഇപ്പോഴും അതെ. ലൈക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ അമ്മയുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ചെയ്യാറ്. എങ്ങനെയായിരുന്നു ഒരു ഡാൻസറുടെ ജേർണി? ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ കലാമണ്ഡലം ചേർന്നു, കുറച്ചു കാലം പഠിപ്പിക്കാൻ തുടങ്ങി. ആസ് എ ജേർണി എങ്ങനെയായിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആസ് എ ഡാൻസർ എന്നുള്ള രീതിക്ക്. ബിക്കോസ് നമുക്ക് പല സൈഡിൽ നിന്നും നമുക്ക് നെഗറ്റീവ്സ് വരും. ബിക്കോസ് എങ്ങനെ ലൈഫ് കൊണ്ടുപോകും ആസ് എ ഡാൻസർ ആയിട്ട്. ഫാമിലി ലൈഫ്, ഞാൻ മാരീഡ് ആണ്. ഫാമിലി ലൈഫ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഫാമിലിന്റെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ടൈം, അവർക്ക് വേണ്ട ടൈമിന് നമ്മൾ ഓക്കെ ആവണമെന്നില്ല. സത്യമാണത്. ആക്ച്വലി പ്രോഗ്രാംസ് ഇപ്പൊ ഓക്കെ ആണ്, നമുക്ക് ഓൺലൈനേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് പ്രോഗ്രാംസിന്റെ സമയത്ത് ഞങ്ങള് ഫുൾ ടൈം ഞാൻ ഡാൻസ് ക്ലാസ്സിലായിരിക്കും. ഒരു 2 മണി നേരത്തെ ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 10 മണി 11 മണിയായിട്ടാ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് പ്രോഗ്രാം ടൈം. കാരണം റിഹേഴ്സൽസ് ഉണ്ടാവും, പുതിയ ഐറ്റംസ്, കൊറിയോഗ്രാഫി കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോഴാണെങ്കിലും അതെ, സ്പെഷ്യൽ ഡേയ്സ് മുഴുവൻ ഞാൻ എന്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഡേയ്സ് ഫുൾ ഞാനും എന്റെ ഫ്രണ്ട്സും പ്രോഗ്രാമിന് പോകും. അപ്പൊ വീട്ടിലെല്ലാരും പറയും ലക്ഷ്മിയെ കാണുന്നില്ലല്ലോ, ലക്ഷ്മി മാത്രം എന്താ ഇവിടെ ഇല്ലാത്ത. കാരണം ബിക്കോസ് എല്ലാ ഓണം, വിഷു, അങ്ങനെ എല്ലാ വിശേഷ ദിവസം നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ശരിക്കും അതൊരു നമുക്കിഷ്ടമാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ കുറച്ച് ഈ ഡാൻസ് ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ പലരും ചോദിക്കും എങ്ങനെയാണ് നമുക്ക് ലൈഫ് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുക. അതും ഇമ്പോർട്ടന്റ് അല്ലേ? ലൈക്ക് ഫാമിലി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. ലൈക്ക് ലൈഫ് ആയാലും അതെ, ഫിനാൻഷ്യലി ആയാലും അതെ, എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ ചെയ്യണത്. കഷ്ടപ്പെട്ടിട്ടല്ല ചെയ്യണത്. നമുക്ക് ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. അതിൽ കൂടുതൽ എനിക്ക് സ്പെഷ്യലി കളിക്കുന്നതിനൊക്കെ ഒരുപാട് ഇഷ്ടം പഠിപ്പിക്കാൻ. എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഡാൻസിനെ കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ സംസാരിക്കാത്ത വിഷയങ്ങളില്ല. അഷ്ടനായികമാരാണെങ്കിലും ഒരു ശൃംഗാരം എന്നുള്ള ഒരു കാര്യം വന്നാൽ ഞങ്ങൾ അതിൽ ടച്ച് ചെയ്യാത്ത എല്ലാ പ്ലേസിലും ഞങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാനും അതെ. എനിക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ട് നമുക്ക് നമ്മുടേതായ രീതിക്ക് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട്. കാരണം നമുക്ക് ഒരുപാട് സൈഡിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. പക്ഷെ ഒന്നുമല്ല അതിന്റെ മുന്നിൽ. ഒരൊറ്റ തവണ ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഫീൽ എന്താന്നുള്ളത്. കാരണം നമ്മള് എത്താത്ത ലോകത്ത് നമ്മളെ കൊണ്ട് എത്തിക്കും ഡാൻസ്. അതാണ് അതിന്റെ ഒരു സ്പെഷ്യൽ. ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് ആണ്. നമ്മൾ നോർമൽ ലൈഫിന്റെ ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നേടാൻ പറ്റും. ബിക്കോസ് എനിക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആയിട്ട് വരും. നമുക്ക് ഒരു ചിട്ട എന്ന് പറയാം. നമ്മൾക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന് ഹാർഡ് വർക്ക് പുട്ട് ഇൻ ചെയ്യാൻ പറ്റും. എനിക്ക് എന്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ പണ്ട് ഒരു ജോലിയും വീടും മാത്രമല്ല ഒരു ലൈഫായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ഹെക്റ്റിക്കും ബിസി ആയിരുന്നു. പക്ഷെ അതുകൂടാണ്ട് ഡാൻസ് വന്നോടെ എനിക്ക് എങ്ങനെ ഉണ്ടായാൽ എനിക്ക് എല്ലാത്തിനും സമയം എത്താൻ പറ്റുന്നുണ്ട്. ഓൾദോ എന്റെ ഒരു ഷെഡ്യൂൾസ് ഒക്കെ ഭയങ്കര ബിസിയാണ്. എപ്പോഴും കാണാറുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ്സും ടൈമൊക്കെ മാറ്റേണ്ടി വരും. പക്ഷെ എന്നാലും ഈ ഡാൻസ് കാരണം നമുക്കൊരു ഒരു അച്ചടക്കം വരും എന്ന് പറയില്ലേ, അതാണ് വന്നിരിക്കുന്നത് എനിക്ക്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അപ്പൊ ഞാൻ എന്റെ സെക്കൻഡ് ഇന്നിംഗ് തുടങ്ങുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ തുടങ്ങിയതോ എനിക്ക് നിമിത്തം തുടങ്ങാൻ പറ്റിയതും കൂടി ഡാൻസിന്റെ കാരണം തന്നെ. അതും കൂടി ഡാൻസ് ആണ് നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ് പറഞ്ഞൊരു സംഗതി തരുന്നത്. ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ലൈഫ് സ്കിൽ. അപ്പൊ ഞാൻ നമ്മുടെ കുറച്ചു കാലം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നിമിത്തം തുടങ്ങാൻ തന്നെ ആലോചിക്കുന്നത്. നിമിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, യങ്സ്റ്റേഴ്സിന് ലൈഫ് സ്കിൽസ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്കൊരു ലൈഫിൽ അവർ ഫെയിൽ ആവാണ്ടിരിക്കട്ടെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. അതാണ് നമ്മളുടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത് വിചാരിച്ചു ഡാൻസ് എന്നെ ഹെൽപ്പ് ചെയ്തു ഒരു ക്രിയേറ്റീവ് തിങ്കർ ആവാൻ. സോ മേ ബി ഞാൻ ശ്രീലക്ഷ്മി ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ, ശ്രീലക്ഷ്മി സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പൊ ഡാൻസ് ഒരു ആസ് എ കരിയർ എടുക്കാനോ ആസ് എ ഹോബി എടുക്കാനോ ഇൻ എനി ഫോം ദേ ക്യാൻ ടേക്ക് ഇറ്റ്. ബിക്കോസ് ഡാൻസ് ഒരു പെർഫോമിംഗ് ആർട്ട് ആണ്. അപ്പൊ അതിൽ ഡാൻസ് പറഞ്ഞാൽ വെറും ഡാൻസ് കളിക്കൽ മാത്രമല്ല, ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിഥിങ്. നമ്മൾ ഭരതനാട്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാവം ഉണ്ട്, അവിടെ രാഗം ഉണ്ട് അല്ലെ. ഇറ്റ്സ് ഓൾ രാഗം, താളം, നാട്യം എന്ന് പറയും അല്ലെ. ഇമോഷൻസ്, എക്സ്പ്രഷൻസ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട് അവിടെ അല്ലെ. ഓരോരോ കാര്യങ്ങളായിട്ടാണ് ആ ഭരതനാട്യം ഫുൾ ആവണത് തന്നെ. സോ അതാണ് വെരി ലക്കി ഫോർ ദാറ്റ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, ഒരു ക്രിയേറ്റീവ് തിങ്കർ ആവാൻ പറ്റി. സോ നൗ ഐ എം കോൾഡ് എ ക്രിയേറ്റീവ് അക്കൗണ്ടന്റ്. പണ്ടൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിരുന്ന വ്യക്തിനെ ഇപ്പൊ ആൾക്കാരെ ക്രിയേറ്റീവ് അക്കൗണ്ട് വിളിക്കുമ്പോൾ ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഡാൻസ് ഹാസ് പ്ലേഡ് എ റോൾ ഇൻ മീ. ശ്രീലക്ഷ്മിയുടെ മുമ്പ് എനിക്ക് പണ്ടത്തെ ഒരു ടീച്ചറായിരുന്നു ജയശ്രീ എന്ന് പറയുന്നത്. ദീദിയും നമുക്ക് നവരാത്രി ഭയങ്കര സ്പെഷ്യൽ. എന്താ കാര്യം, നവരാത്രിയിലാണ് നമ്മൾ 9 സ്റ്റെപ്സ് വെക്കുക, ഗുങ്ക്രു പൂജയ്ക്ക് പോവാ, അവരെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു വലിയൊരു നല്ലൊരു ഇതായിരുന്നു എന്റെ ഓർമ്മകളിൽ. ഞാൻ പറയണത് പണ്ടത്തെ ഓർമ്മകളായിരുന്നു. ഇപ്പൊ ഒക്കെ നവരാത്രി കുറച്ച് വ്യത്യാസം വന്നപ്പോ ഇപ്പൊ കോവിഡ് വന്നോടെ എല്ലാം മാറി.
അപ്പൊ ശ്രീലക്ഷ്മിയുടെ കുട്ടിക്കാലത്തോ എങ്ങനെയായിരുന്നു നവരാത്രി സെലിബ്രേഷൻ ഈ ഡാൻസ് വെച്ച് നോക്കുമ്പോ? നമുക്കെന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് വെക്കലാണ്. അപ്പൊ നമ്മള് ഈ അഷ്ടമിയുടെ അന്ന് ഈവനിങ് അമ്പലത്തിൽ കൊണ്ടുപോയിട്ടാ പൂജയ്ക്ക് വെക്കാറ്. നമ്മൾ അമ്പലത്തിൽ പോകണം, ചിലങ്ക പൂജയ്ക്ക് വെക്കും. അപ്പൊ നമുക്ക് അന്ന് നട്ടുവാങ്ങില്ല. ഇപ്പൊ നമ്മൾ ടീച്ചർ ആയതുകൊണ്ട് നട്ടുവാങ്കം യൂസ് ചെയ്യണം. അന്ന് ചിലങ്ക ഡാൻസിന് നോട്ട്ബുക്ക് ഉണ്ടാവും. നോട്ട്ബുക്ക് പിന്നെ സ്കൂളത്തെ നോട്ട്ബുക്ക് അത് വെച്ച് അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോയി അമ്പലത്തിൽ പോയി നമ്മള് നീതിക്കാൻ കൊടുത്ത് അതാണ് നമ്മൾ ആദ്യം കഴിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ആ പ്രാക്ടീസ് ചെയ്യില്ല. നമ്മൾ അങ്ങനെ ഒരു അത്രയും ഒരു വൃദ്ധം പോലെ ചെയ്യും. വിജയദശമിയുടെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് രാവിലെ തന്നെ എണീറ്റ് ചെന്നിട്ട് ചിലങ്കയും ബുക്കും എല്ലാം എടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യം ഹരിശ്രീ ഗണപതയെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. സ്കൂളത്തെ കാര്യങ്ങളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാണ്. വിദ്യാരംഭം. അത് കഴിഞ്ഞ ശേഷം നേരെ ടീച്ചറുടെ വീട്ടിലേക്ക് പോകും, പഠിപ്പിക്കുന്ന ടീച്ചറുടെ വീട്ടിലേക്ക്. എന്നിട്ട് ടീച്ചർക്ക് ചിലങ്ക കൊടുത്ത് ദക്ഷിണ കൊടുത്തിട്ട് ആദ്യമായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഈ സിറ്റുവേഷനിൽ നമുക്കത് പറ്റുന്നില്ല. നമുക്ക് വിജയദശമി സ്പെഷ്യൽ ക്ലാസ് എന്നുള്ള രീതിക്ക് ഒരു ക്ലാസ് വെച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അപ്പൊ അതുപോലെ ഞാൻ എന്റെ സ്റ്റുഡൻസും കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്റെ കയ്യിൽ തരണം എന്നില്ല. ഞാൻ അവിടെ ഇല്ലാത്തത് ലൈക്ക് ഞാൻ മുന്നിലില്ല. സോ ദാറ്റ് നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എവിടെയാണോ പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഒരു വെറ്റില അടക്കി 1 രൂപ വെച്ചാൽ മതി. അതാണ് ദക്ഷിണ. അപ്പൊ അത് ദൈവത്തിനും ഒരുമിച്ച് കൊടുക്കുകയാണ്. അപ്പൊ അത്ര ചെയ്താൽ മതി. ഇതൊരു നാളെ നമുക്ക് തുടങ്ങാം, റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നാളെ ഓക്കെ. സോ ഡാൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയും നമ്മള്, അല്ലെ? സോ എങ്ങനെയാണ് ആ സ്റ്റോറി നമ്മൾ എങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ത്രൂ ഡാൻസ്? ഡാൻസ് ആക്ച്വലി നമ്മൾക്ക് പലതരത്തിലുണ്ട്. അലാരിപ്പജ്ജതിസ്വരം, ഭരതനാട്യം പറയുകയാണെങ്കിൽ അപ്പൊ നൃത്തം, നൃത്യം, നാട്യം 3 തരത്തിലാണ്. അപ്പൊ നാട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയെ മുഴുവിപ്പിക്കാൻ കഴിവുള്ളതും പിന്നെ നമ്മുടെ ഉപാംഗങ്ങളെ കൊണ്ട് ചെയ്യുന്നതും എന്നാണ്. അപ്പൊ ശരിക്കും ഒരു സ്റ്റോറി ഫുള്ളാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന പെർഫോമറും ഓഡിയൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് അവിടെ. അപ്പൊ അവിടെ വർത്താനം പറയാണ് രണ്ടാളും. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഡാൻസിലൂടെ എന്ന് വെച്ചാൽ എന്റെ ഫേസ് എക്സ്പ്രഷനിലൂടെയും എന്റെ ഹാൻഡ് മൂവ്മെന്റ്സിലൂടെയും ഞാൻ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റേജുകളിൽ നമ്മൾ കൃഷ്ണനായിട്ടും അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ സ്റ്റേജിന്റെ ബാക്കിൽ ഓടി വന്ന് കരയും നമ്മളെ കൈ പിടിച്ചിട്ട്. സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നമ്മളും വിചാരിക്കും എന്താണ്, ബിക്കോസ് അവർക്ക് അവിടെ ആ ഒരു ഡിവൈൻ വന്നു മനസ്സിൽ. അത് അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ലൈക്ക് ഒരുപാട് സ്റ്റേജസ് ചെയ്തതിനേക്കാളും ഒരൊറ്റ സ്റ്റേജ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അതാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പറ്റും. ഞാൻ എപ്പോഴും പറയും, നമുക്ക് എന്ത് കാര്യം കൺവേ ചെയ്യാൻ പറ്റും ത്രൂ മുദ്രാസ് കൂടെയും നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ കൂടെ എല്ലാം എന്തും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഡാൻസിൽ അഭിനയം എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ്? ഏത് ഫോം എടുത്താലും, ഡാൻസിന് ഏത് ഫോം എടുത്താലും അഭിനയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ കണ്ണുകൊണ്ട് മുഖത്ത് കൊണ്ടാണ് ആ എക്സ്പ്രഷനോടെ നമ്മൾ പറഞ്ഞത്. പക്ഷെ എങ്ങനെയാണ് അത്? ഞാൻ പറഞ്ഞല്ലോ, അഭിനയം എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആണ് ഡാൻസിൽ. നമ്മൾ ഓഡിയൻസ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ. ശരിക്കും പറയുകയാണെങ്കിൽ ആ അഭിനയം 4 തരത്തിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആംഗികാഭിനയം, വാചികം, ആഹാരം, സാത്വികം. ഡിവൈഡ് ചെയ്തിട്ടുള്ള 4 തരത്തിലാണ്. ആംഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യ്, കാല്, നമ്മൾ എന്തൊക്കെ മൂവ്മെന്റ്സ് നമ്മുടെ ശരീരഭാഗങ്ങളെ കൊണ്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം ആംഗികാഭിനയാണ്. വാചികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക്, സൗണ്ട്, അത്തരത്തിലുള്ള എല്ലാം വാചികാഭിനയം. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻസ്, നമ്മുടെ ഓർണമെന്റ്സ്, അതെല്ലാം ആഹാരം. സാത്വികം പറഞ്ഞ ട്രൂ എക്സ്പ്രഷൻസ്. എല്ലാം കൂടി ഒരുമിച്ച് വന്നാലാണ് അവിടെ അഭിനയം ഉണ്ടാവണുള്ളൂ. നമ്മുടെ ബോഡി അനങ്ങണം, അതിനനുസരിച്ചുള്ള ഒരു പാട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു സൗണ്ട് ഉണ്ടാവണം. പാട്ട് തന്നെയല്ല, ഒരു സൗണ്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യണേ, എന്ത് ക്യാരക്ടറാണോ ചെയ്യണേ, അതിനനുസരിച്ചുള്ള ഒരു നമുക്കുള്ള ഒരു വേഷവിധാനങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഫേസ് എക്സ്പ്രഷൻസ് ഉണ്ടാവണം. എല്ലാം കൂടി ചേരുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഡാൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൂവിയിലത്തെ ആക്ടിങ് അതൊക്കെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ശാസ്ത്രീയമായിട്ട് നൃത്തത്തിൽ പറയുമ്പോൾ അതാണ് അഭിനയം. പിന്നെ അടുത്തത് ഞാൻ പറയുമ്പോൾ മുദ്രാസ് എത്ര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറെ മുദ്രാസ് നമ്മളും ഞാൻ പഠിക്കുന്ന ഡാൻസും ഭരതനാട്യമാണ്. അപ്പൊ അതും നമ്മൾ ചെയ്യും. പക്ഷെ എല്ലാ ഫോംസിലും ഈ മുദ്രകൾ ഭയങ്കര പ്രാക്ടീസ് ചെയ്യിപ്പിക്കലുണ്ട്. അത് എന്തിന്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് പലതരത്തിലാണ് മുദ്രകൾ. ഇപ്പൊ അസംയുക്തം, സംയുക്തം എന്നാണ് ഭരതനാട്യത്തിലുള്ളത്. കുച്ചിപ്പുടിയിലും
വ്യത്യാസമുണ്ട്. പക്ഷെ മുദ്രകൾ തമ്മിൽ കാണിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ മോഹിനിയാട്ടം വ്യത്യാസമുണ്ട്. എല്ലാ മുദ്രകളും വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ മുദ്രകൾ വെച്ചിട്ടാണ് നമ്മൾ മീനിങ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ രണ്ട് മുദ്രകൾ ഒരുമിച്ച് ചേർന്നപ്പോ നമ്മൾ ഇങ്ങനെ കൃഷ്ണൻ എന്ന് പിടിക്കണു എന്നുള്ളത്, ഇതാണ് കൃഷ്ണന്റെ മുദ്ര. അപ്പൊ അത് വേറൊരാൾക്ക് മനസ്സിലാവണം അത് കൃഷ്ണൻ. അപ്പൊ നമ്മൾ മാക്സിമം കൃഷ്ണനെ നമുക്കറിയാം, എല്ലാവർക്കും കൂടുതൽ ഓർമ്മ വരുമ്പോൾ ഓടക്കുഴൽ ഫ്ലൂട്ട് വിളിക്കുന്ന ആളാണ്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കൃഷ്ണൻ. അപ്പൊ ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവണം എന്താണ് നമ്മൾ ചെയ്യണത് എന്നുള്ളത്. ജസ്റ്റ് നമുക്കൊരു ഫേസ് എക്സ്പ്രഷനോട് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് നമ്മുടെ കൈ, അതുപോലെ തന്നെ കണ്ണാണെങ്കിലും കാലാണെങ്കിലും ബോഡി ആണെങ്കിലും എല്ലാം നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യിക്കണം. അപ്പൊ അതുകൊണ്ട് മുദ്രകൾ വളരെയധികം ഇമ്പോർട്ടന്റ്. എന്നാലും നമുക്ക് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ ഓഡിയൻസ് ആയിട്ട്. അപ്പൊ അതിനാദ്യം തന്നെ നമ്മൾ ആദ്യം മുദ്രകൾ മാത്രം പഠിക്കണം. അതിനുശേഷം ആ മുദ്രകളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിന് വിനിയോഗം. ഓരോ മുദ്രയ്ക്കും ഇന്ന കാര്യങ്ങളെയും മുദ്ര വെച്ച് ചെയ്യാം, ഇതൊക്കെയാണ് ഇതിന്റെ മീനിങ്സ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്, വിനിയോഗം പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ മുദ്രയ്ക്കും ആ വിനിയോഗങ്ങൾ അനുസരിച്ചിട്ട് വേണം അത് നമുക്ക് നൃത്തത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഞാൻ പറയാൻ പോണത് നവരസം എന്ന് പറയും. നമ്മളിപ്പോ ഒരു 9 ഇമോഷൻസ് എന്ന് പറയും ഉള്ളത്. അപ്പൊ അതിന് പ്രാധാന്യം എന്താണ്, ഓരോരോ ഇമോഷൻ എന്താണ് ഡിപിക്ട് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ശൃംഗാരം, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയാനകം, ബീഭത്സം, ശാന്തം, അങ്ങനെയാണ് 9 നവരസങ്ങൾ വരുന്നത്. ശൃംഗാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റൊമാൻസ് എന്നല്ല ഒരിക്കലും ശൃംഗാരം. ഇപ്പൊ നമുക്ക് എപ്പോഴും ഉള്ള ഒരു ഡൗട്ട് റൊമാൻസ് ആണോ, അങ്ങനെയല്ല. നമുക്ക് ഒരു ഫ്രണ്ടിനെ കണ്ട വരുന്ന ആ ഒരു വികാരം റൊമാൻസ് ആണ്. സോറി, ക്ഷമിക്കണം, ഒരു ശൃംഗാരാണ്. അതല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞിനെ എടുത്ത് താലോലിക്കുമ്പോഴും നമ്മുടെ മുഖത്ത് വരുന്ന, അപ്പൊ ഒരു ശൃംഗാരം എന്ന് പറഞ്ഞ ഒരിക്കലും അതൊരു ഹീറോയിനിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് കഴിഞ്ഞ കരുണം. കരുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം അല്ലെങ്കിൽ സങ്കടം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കരുണം. രൗദ്രം, ദേഷ്യം, നമ്മളെ അത്രയും ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോ അത് രൗദ്രം. ഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛം എന്നൊക്കെ പറയും നമ്മള്, വളരെ ചെറുതാക്കി കാണുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു രാജാവിന് ഉണ്ടാവുന്നതാണ് വീരം. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ അത്രയും വീരം കൂടിയ ആൾക്കാരല്ലേ രാജാക്കന്മാരൊക്കെ. അപ്പൊ സിംഹം ഒക്കെ ഭയങ്കര വീരം കൂടിയ ആൾക്കാരല്ലേ. അപ്പൊ വീരം എന്ന് പറയുന്നത് രാജാക്കന്മാര്. ബീബൽസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങള്, ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതാണ് ബീബൽസം. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ പോലെ കൃഷ്ണൻ മുന്നിൽ വന്നു നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ അത്ഭുതമാണ്, എന്താ ചെയ്യുക നെക്സ്റ്റ്, അങ്ങനത്തതാണ് അത്ഭുതം. അങ്ങനെയാണ് ഓരോ രസങ്ങളും. ശാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ടുള്ളതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ്, നമുക്ക് ഒരു ബ്ലാങ്ക്. അപ്പൊ അതാണ് യെസ്, പീസ്, സമാധാനം, ശാന്തം, അതന്നെ. അങ്ങനെ. ഓക്കെ, സോ എന്താ പറയുക, ഈ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാൻ? ഐ മീൻ യങ്സ്റ്റേഴ്സിനോട് ഇപ്പൊ ഡാൻസ് പഠിക്കണമെന്നുണ്ട്, അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് മുമ്പോട്ട് ചെയ്യാൻ, നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണ്? കലാമണ്ഡലിൽ ചേരണാണോ നല്ലത്? ഹൗ ഡു ദി ഐഡന്റിഫൈ എന്താണ് അവർക്ക്? ഇപ്പൊ ചെറിയൊരു കുട്ടിക്ക് ഡാൻസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നത്? കലാമണ്ഡലത്തിൽ ചേരാന്നുള്ളതിന് മുൻപ് ഡാൻസിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിന്റെ ബേസിക്സ് മുതൽ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായിടത്തോളം നാളെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴാണ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുക. നമ്മൾ പഠിക്കുന്നത് എന്തിനാ? നമുക്കൊരു സ്റ്റേജിൽ നമുക്ക് എല്ലാവരും മുന്നിൽ പെർഫോം ചെയ്യാൻ. അപ്പൊ വെറുതെ പഠിക്കാന്നല്ലാതെ എന്നും നമ്മൾ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടേയിരിക്കണം, പുതിയ സ്റ്റേജുകള്. പിന്നെ ഒരു കാര്യം, ഒരു ടീച്ചർ ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുകയാണ്, ഞാൻ പറയുന്ന എല്ലാം ചെയ്താലും ഡാൻസ് ആവില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ടാലന്റ് ഉണ്ടാവും. അപ്പൊ അഭിനയിക്കുകയാണ്, അപ്പൊ ഞാൻ ചിരിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ നമ്മുടെ ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു ടാലന്റ് കൂടി ആഡ് ചെയ്യണം. നമ്മൾ പറയില്ലേ, അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കാൻ കാര്യമില്ല, നമ്മളായിട്ട് അത് കുറച്ച് മാറ്റി ചെയ്യണം. അപ്പോഴാണ് അതിലെല്ലാം ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്താ വേണ്ട, ഒരുപാട് സ്റ്റേജുകൾ കവർ ചെയ്യണം, പെർഫോമൻസ് നടത്തണം. അപ്പോഴാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ ഒരു കരിയർ ആയിട്ട് ഡാൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലാമണ്ഡലം അല്ലെങ്കിൽ കലാക്ഷേത്ര, അങ്ങനെ ഒരുപാട് നല്ല ഓരോ ഏതാണോ നിങ്ങൾ എടുക്കുന്ന ആർട്ട് ഫോം. ഇപ്പൊ മോഹിനിയാട്ടാണെങ്കിൽ അഫ്കോഴ്സ് കലാമണ്ഡലം തന്നെയാണ് ഉള്ളൂ. അപ്പൊ അവിടെ തന്നെ പോയി ചേരുന്ന നല്ലത്. ഭരതനാട്യം ഒക്കെ അവിടെ സബ്സിഡറി ആണ്, സബ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. മോഹിനിയാട്ടാണ് അവിടെ മെയിൻ കലാമണ്ഡലത്തിൽ. കാരണം കേരളത്തിന്റെ നമുക്ക് മോഹിനിയാട്ടാണല്ലോ. ഭരതനാട്യമാണെങ്കിൽ കലാക്ഷേത്രയോ, കുച്ചിപ്പുടി ആണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ പോയിട്ടോ, യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിന്നോ, അങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസിനെ കുറിച്ചാണ് ഞാൻ പറയണേ. ആദ്യം തന്നെ നമുക്ക് കലാമത്തിലൊക്കെ ചേരുന്നതിന് മുന്നേ നമുക്ക് ആ ബേസിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം നമ്മളൊരു ഗുരുവിനെ
നമ്മൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് എടുത്ത് അത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതിന്റെ കൂടുതൽ സ്റ്റഡീസിന് അതിൻ്റെതായ യൂണിവേഴ്സിറ്റീസ് എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടെത്തി അവിടെ പഠിക്കാൻ പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും പഠിക്കാൻ പോണത് ഒരിക്കലും എന്താണ് ഒരു പ്രൊഫഷൻ വെറുതെ തെരഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചിട്ടാവരുത്. ഡാൻസ് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവാൻ പറ്റില്ല. എന്നും നമുക്ക് ആ ഡാൻസിനോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യും. കാരണം നല്ല വേദനയുണ്ട്, കാല് ബോഡി പെയിൻ ഉണ്ടാവും, ടയേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ടയേർഡ് ആവും. അപ്പൊ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. വളരെ ഈസി ആയി ചെയ്യാൻ പറ്റണ ഒന്നുമല്ല ഡാൻസ്. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒട്ടും വയ്യായിരിക്കും. ഇന്നൊരു പ്രോഗ്രാം ഉണ്ടാവും, നമുക്ക് ഒട്ടും വയ്യെങ്കിൽ നമ്മളത് കമ്മിറ്റ്മെന്റ് ആണ്, ഇന്ന് ചെയ്തേ പറ്റുള്ളൂ. അതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വയ്യായിക അവിടെ നിന്ന് മാറ്റി നിർത്തി ചെയ്യും. പകരം അത് വെറുതെ ഒരു കരിയർ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. അപ്പൊ അത്ര അധികം മനസ്സിന് ഇഷ്ടം ഉണ്ടെങ്കിൽ അതെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, ഡാൻസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയാറ്. വെറുതെ ഇപ്പൊ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ചിലപ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചു തുടങ്ങും ചെയ്യും, അയ്യോ എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്. കാല് വേദനിക്കും, നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ചെയ്യണത്. അതൊരു 2 ദിവസം 3 ദിവസമേ വേദനിക്കുള്ളൂ. 4ാമത്തെ ദിവസം അത് ഓക്കെയോ. ഒരിക്കലും അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകണം. കൺസിസ്റ്റൻസി ആണ് വേണ്ടത്, ഒരു ഹാർഡ് വർക്ക് ആണ് വേണ്ടത്. എന്താ ഡാൻസ് പഠിച്ചുകൊണ്ട് എന്താ ബെനിഫിറ്റ്സ് ഇല്ല ഒരു യങ്സ്റ്ററിനൊക്കെ പറയും ഞാൻ എന്തിനാ ഡാൻസ് പഠിക്കും. പാഷൻ ഒരു കാര്യമാണ്, പക്ഷെ ചിലവരുണ്ടാവും അത് പഠിച്ചുകൊണ്ട് എന്താ ഗുണമില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ വാട്ട് യു ഫീൽ ആസ് എ ഡാൻസർ, എന്താ ബെനിഫിറ്റ്സ് ഉള്ളത് ഡാൻസിങ് പഠിക്കുന്നതുകൊണ്ട്? മെയിൻ ആയിട്ടുള്ള ഗുണം ഇപ്പൊ തന്നെ സ്മിത ചേച്ചി പറഞ്ഞു, ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ക്രിയേറ്റീവ് ആയിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അതന്നെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. എനിക്ക് പുറത്തുള്ള യങ്സ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജ് ആണ് ആദ്യം പറഞ്ഞത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഡാൻസ് കൂടെ. അത് മാത്രമല്ല ബോഡിക്കാണെങ്കിലും നമ്മൾ ഇപ്പൊ എല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൺലൈൻ ആണ് എല്ലാം. ഒരു ലാപ്ടോപ്പിന്റെ മുന്നിലോ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലോ ആണ് നമ്മുടെ എല്ലാവരും മിക്കപ്പോഴുള്ള ജീവിതം. അപ്പൊ വളരെയധികം കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോ എല്ലാവരും ഞാൻ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യാം, ഞാൻ നടക്കാൻ പോവാം, അതൊന്നും പോസിബിൾ അല്ല, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ല. പകരം നമ്മളത് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നാമത് നമ്മൾ കമ്പൽ ചെയ്ത് ചെയ്യിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഇഷ്ടമാണ്. ഇന്ന് ഈ അടുത്ത അട്ടടവ് പഠിച്ചു, ഇനി ഇതിന്റെ സ്പീഡ് പഠിക്കണം, നെക്സ്റ്റ് നാട്ടടവ് എത്തി, അടുത്തെത്തി, പിന്നെ പാട്ട് വെച്ച് നമ്മൾ ചെയ്യണു, അതിൽ അഭിനയിച്ച് ചെയ്യണു, നമ്മൾ പുതിയതായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം, പുതിയ ചെറിയ ചെറിയ കമ്പോസിഷൻ ചെയ്തിട്ട് നമ്മളത് ഇപ്പൊ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. പിന്നെ മെയിൻ കാര്യം നമുക്ക് അസുഖങ്ങൾ വളരെയധികം കുറയ്ക്കാം. ബോഡി വ്യായാമം ഉണ്ടെങ്കിൽ തന്നെ അറിയാലോ നമ്മൾ ഹെൽത്തി ആയിരിക്കും. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, ഇതൊരു നല്ല വ്യായാമം തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പാഷനും കൊണ്ടുപോകാം, അപ്പൊ നമ്മുടെ ബോഡി എന്നും. അപ്പൊ ചിലർ എന്നോട് ചോദിക്കും ഞാൻ ഭയങ്കര ഫാറ്റ് ആണ്, എനിക്ക് കളിക്കാൻ പറ്റില്ല. ഒരിക്കലും ഡാൻസിന്റെ ഡാൻസ് എന്നുള്ളത് മെലിഞ്ഞവർക്ക് മാത്രം ചെയ്യാവുന്നു, അല്ലെങ്കിൽ തടിച്ചവർക്ക് പറ്റാത്ത കാര്യമല്ല. ഹെൽത്തി ആയിരിക്കുക, അത്രയേ ഉള്ളൂ. എത്ര തടിച്ചിരുന്നാലും എത്ര മെലിഞ്ഞിരുന്നാലും ഡാൻസ് കളിക്കണതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ അത് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് ഒരുപാട് എൽഡേഴ്സ് ചേച്ചിമാര്, ഞാൻ ചേച്ചിമാരെ തന്നെ വിളിക്കാറ്, ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും ആദ്യത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് വയ്യ, ഞാൻ ഏജ് ഒരിക്കലും ഒരു മാറ്റർ അല്ല. സ്മിത ചേച്ചിക്ക് അറിയാലോ നമ്മുടെ ക്ലാസ് എങ്ങനെയാണ്. ഞാൻ നന്നായി ഫിറ്റ് ആയിട്ട് തന്നെ 5 പ്രാവശ്യം കളിക്കണം, 6 പ്രാവശ്യം കളിക്കണം എന്നൊക്കെ ഞാൻ പറയും. ഒരു ഡിഫറൻസ് ഇല്ല, ചെറിയ കുട്ടിയായാലും പ്രായമുള്ളവരാരും ഐ ഹാവ് നോട്ട് സീൻ യു ഡിഫറൻഷിയേറ്റിംഗ് ആരെയായിട്ടും. ഒരേപോലെയാണ് എല്ലാവരോടും ചെയ്യാൻ പറയണത്. അതെ, പക്ഷെ ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ബിക്കോസ് എനിക്ക് അത് പഠിച്ചെടുക്കുന്നത് ഒരു മനസ്സിലുള്ളത് കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ, നമ്മൾ ഒരു ഏജ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഡാൻസ്? ഇപ്പൊ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. അരങ്ങേറ്റം എന്നൊക്കെ പറയുമ്പോ ഒരു ഏജ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ലൈക്ക് ദാറ്റ് അതിനൊരു ലിമിറ്റ് ഇല്ലല്ലോ. ബിക്കോസ് അതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുക. ഡാൻസ് പണ്ട് ഇഷ്ടമായിരുന്നു, ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റി, പിന്നെ പഠിക്കാൻ പറ്റിയില്ല, ഇപ്പൊ രണ്ടാമത് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് അരങ്ങേറ്റം നടത്താൻ പറ്റുമോ, സ്റ്റേജ് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ മാത്രം കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. എന്റെ സർക്കിളിൽ തന്നെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഏജിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ചില അല്ലെ ആർക്കും അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഡാൻസിന് അങ്ങനെ ഇത്ര വയസ്സ് വരെ എന്റെ ആഗ്രഹത്തിൽ എത്ര ഏജ് വന്ന ആളാണെങ്കിലും എനിക്ക് അവരെ സ്റ്റേജിൽ കയറ്റണം എന്നാണ് എന്റെ എയിം. അത് അവിടെയാണ് ഞാൻ സക്സസ്ഫുൾ ആവണത് ആസ് എ ടീച്ചർ. ലൈക്ക് നമ്മൾ നോർമലി ഇപ്പൊ ഒരു ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഒരു 15-16 കൂടുതൽ എനിക്ക് കുറച്ചും കൂടി അത്രയും കുറച്ച് ഏജ് എന്റെ അടുത്ത് ചോദിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ 54 വയസ്സായി, 55 വയസ്സായി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ബിക്കോസ് എന്നിട്ടും അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ടെൻഷനാണ്.
മെയിൻ കാര്യം ആൾക്കാർ എന്ത് പറയും. അപ്പൊ ഞാൻ പറയാം, എന്തിനാ നോക്കുന്നത്, നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ട്, ഈ ഒരൊറ്റ ലൈഫേ ഉള്ളൂ, അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം? അപ്പൊ ഒരൊറ്റ തവണയെങ്കിൽ ഒറ്റ തവണ അവർക്ക് സ്റ്റേജിൽ കളിച്ചാൽ മതി എന്ന് ആഗ്രഹമുള്ളൂ. അത് നമ്മൾ നടത്തി കൊടുക്കണം. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ഞാൻ ചെയ്തുതരാം, എന്റെ കൂടെ നിന്നാ മതി എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പൊ അതന്നെ ഞാൻ എല്ലാവരോടും പറയണത്. അയ്യോ ആൾക്കാർ എന്ത് പറയും, ഞാൻ വയസ്സായില്ലേ. ഡാൻസിന് അങ്ങനെ ഒരു വയസ്സില്ല. ഏതെങ്കിലും ഒരു ബുക്കിൽ, നാട്യശാസ്ത്രത്തിലോ അഭിനയദർപ്പണത്തിലോ സംഗീത രത്നാകരത്തിലോ എന്തിലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഓക്കെ ഡാൻസ് 50 വയസ്സ് വരെ കളിക്കാൻ പാടുള്ളൂ എന്ന്? എവിടെയും എഴുതി വെച്ചിട്ടില്ല. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ആൾക്കാർ പറയുന്നത് അതുവരെ നമ്മൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ ഒരു സ്ഥലത്ത് ജയിച്ച് കാണിച്ചു കൊടുത്താൽ പിന്നെ അവരത് കൈയടിക്കുകയുള്ളൂ. ലൈക്ക് അവരത് ചെയ്ത് കാണിച്ചു കണ്ടോ, എന്നാൽ അവര് ചെയ്തു കിട്ടോന്നേ പറയുള്ളൂ. ഫസ്റ്റ് ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും, പക്ഷെ അതൊന്നും ചിന്തിക്കണ്ട. എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ഒരു ആഗ്രഹം തീർക്കണം നമുക്ക് എന്തായാലും. ഒറ്റ പ്രാവശ്യമെങ്കിലും. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഒരു പ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഇത് നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. അതെ, ആ ഒരു പക്കമേളം ശരിക്കും ഭയങ്കര ഡിവൈൻ ആണ്. അഥവാ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിൽ കാണുന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ആ ഒരൊറ്റ തവണ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് ചെലങ്കെല്ലാം കെട്ടി നമ്മുടെ പക്കമേളം സൈഡില് സ്റ്റേജില്, ഞാൻ കൃഷ്ണഭക്തി ആയതുകൊണ്ട് പറയില്ല, എന്നാലും ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെയ്യുമ്പോൾ കുറച്ചും ഞാൻ അതാണ് എന്റെ കുട്ടികളെ മെയിൻലി ഞാൻ ഗുരുവായൂർ കൊണ്ട് അരങ്ങേറ്റം നടത്തണം എന്നാണ് എനിക്ക് കുറച്ചും കൂടി ആഗ്രഹം. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എത്തുക എന്ന് പറയണത്, എത്ര സ്റ്റേജ് ചെയ്യുമ്പോഴും ഇപ്പോഴും എനിക്ക് ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ഒരു ഡിവൈൻ ഫീൽ വരും. അതെല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അതെല്ലാവർക്കും ഉണ്ടാവും. അത് ആ ഒരു വേഷത്തിന്റെയും ആ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ പക്കമേളക്കാരുടെ ഒരു മ്യൂസിക്കിന്റെയും ആ അതിന്റെ ഒരു ക്രിയേഷന്റെ നമുക്ക് വരുന്ന ഒരു മാറ്റമാണ്. എല്ലാവരും കണക്റ്റഡ് ആണ് അവിടെ ഇരിക്കുന്നത്. അതാ നമുക്ക് അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ നമ്മൾ അന്നാവും മൃദംഗസ്റ്റിനെ കാണുന്നത്, എങ്കിൽ കൂടി ആ ഡാൻസ് നമ്മളെ എല്ലാരെയും കൂടെ കണക്ട് ചെയ്യിക്കും ആ സ്റ്റേജിൽ വെച്ചിട്ട്. പ്ലസ് ഒന്നും അറിയാത്ത ഒരുപാട് ഓഡിയൻസിനെ കണക്ട് ചെയ്യിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ചു, എത്ര ഒന്നും അറിയാത്ത പരസ്പരം അറിയാത്ത ആൾക്കാർ ഫുൾ ഒരു വേദിയിൽ ഇരുന്ന് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അത് ഡാൻസിനുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണല്ലോ. പിന്നെ ഞാൻ ശ്രീലക്ഷ്മിയുടെ ലൈഫ് മന്ത്ര എന്താണ്? സോ ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി എപ്പോഴും ചിരിച്ചും പോസിറ്റീവ് ആയിട്ട് ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സോ വാട്ട് ഈസ് എ ലൈഫ് മന്ത്ര? ഇത് ഭയങ്കര ചെറുപ്പം ഏജ്. ഇപ്പൊ ഞാൻ ഈ ലൈഫ് സ്കിൽസ് ഒക്കെ എടുക്കാൻ പോകുന്നത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടാ. പിന്നെ ഈ ചാറ്റ് ഷോയിൽ വരുന്ന ആൾക്കാർ മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് ആയുള്ളത്. അപ്പൊ ഞാൻ കാണുമ്പോൾ ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഒരു ആളെയായിട്ടാണ് കാണുന്നത്. എന്താ അതിന്റെ രഹസ്യം എന്ന് പറയില്ലേ? എന്താ ലൈഫ് മന്ത്ര? ആക്ച്വലി എനിക്ക് എന്റെ ഒരു ലൈഫ് മന്ത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കണം. എനിക്കിപ്പോ 24 ഇയേഴ്സ് ആയി. പക്ഷെ എനിക്ക് എന്റെ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയം മുതൽക്ക് എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാവരുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്റെ പ്രൊഫഷൻ ഇതാണ്. എനിക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ഇതുപോലെ ഡാൻസ് പഠിപ്പിക്കാനും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. അതിന്റെ കൂടെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കും വേണം. ഞാൻ എപ്പോഴും യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യം, ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കണം നമ്മൾ എല്ലാവരും. ഒരിക്കലും നമ്മൾ ഒരാളടുത്തും, ഈവൻ അത് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ചിലപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അമ്മ അച്ഛൻ, ആരടുത്തും നമ്മൾ ഡിപ്പെൻഡന്റ് ആയി ജീവിക്കരുത്. അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും, എങ്കിൽ കൂടെ നമുക്ക് എപ്പോഴും നമ്മൾ തന്നെയാണ് ഉണ്ടാവുക ആക്ച്വലി. അപ്പൊ നമ്മൾ എന്നും അത് ഞാൻ എല്ലാം കൊണ്ടാണ്, ഞാൻ ഇമോഷണലി ആണെങ്കിലും അതെ, ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം കൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കണം. അപ്പൊ ആ ഒരു എയിം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഓരോന്ന് കവർ ചെയ്ത് വന്ന് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നമുക്ക് ടോട്ടലി ഒരു 100ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓൺലൈൻ വഴി. നമുക്ക് 4 ടീച്ചേഴ്സ് ഡാൻസിനുണ്ട്, 2 ടീച്ചേഴ്സും മ്യൂസിക്കിനുണ്ട്. ഞങ്ങൾ മൊത്തം 6 ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം കൂടിയിട്ട്. ഞാൻ എടുക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറവാണ്. നമുക്ക് ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം. കാരണം ഒരുപാട് സ്റ്റുഡൻസ് പുറത്തുനിന്നും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരെ ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല 24 വയസ്സാണ്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഇപ്പൊ. പെട്ടെന്നുണ്ടായ മാറ്റമാണ് കേട്ടോ, തീർച്ചയായിട്ടും പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മേ ബി നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട് ഡാൻസിനെ. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടാവും. എന്നോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കും നമ്മളെ അടുത്ത് സംസാരിക്കുമ്പോഴേക്കും അവരും അത് അവരുടെ മക്കളെ നമ്മുടെ അടുത്തേക്ക് വിടാൻ. ഞാൻ ഇന്ന് വരെ കാണാത്ത സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സ്മിത ചേച്ചിനെ എനിക്ക് ഒരൊറ്റ തവണ കാണാൻ പറ്റി, ടച്ച് വിട്, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം. പക്ഷെ ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 10-15 കൊല്ലം മുൻപ് വരിച്ചുള്ള പോലെയാണ്. ഞങ്ങൾ 2 വർഷം ഉള്ളൂ. അത് ഒറ്റ തവണ നേരിട്ട് കണ്ട്, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ്. ഇതുപോലെ തന്നെയാണ് എന്റെ എല്ലാ സ്റ്റുഡൻസും.
ചില ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. UK-യിലും US-ലുള്ള ആൾക്കാരിനെ എനിക്ക് അറിയ കൂടില്ല. പക്ഷെ എന്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും അവർ ഓർത്ത് വെച്ച്, ബർത്ത്ഡേ ആണെങ്കിലും എന്റെ കാര്യങ്ങൾ ഓർത്ത് വെച്ച് എന്നെ വിഷ് ചെയ്യാനും എന്നെ വിളിക്കാനും, എനിക്ക് വയ്യെങ്കിൽ അയ്യോ മാം ഓക്കെ ആണോ, സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിക്കാനോ, അതാണ് എനിക്ക്. അങ്ങനെ എനിക്ക് ഒരുപാട് ആൾക്കാർ വേണം. അപ്പൊ അതിന് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ അവരെടുത്തും അവർക്ക് ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റണത്, നമുക്ക് അറിയാവുന്ന കാര്യം നല്ല രീതിക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. സോ കോവിഡ് ആയതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു ഡാൻസ് പഠിപ്പിക്കുന്ന രീതിയിൽ? ഇപ്പൊ ഓഫ്ലൈൻ ആയിരുന്നല്ലോ ക്ലാസ്സസ് ഒക്കെ, ഇപ്പൊ നല്ലൊരു മാറ്റം വന്നു, കുട്ടികൾ കൂടിയോ, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് കോവിഡ് വന്നിട്ട് ഓൺലൈൻ ആയപ്പോ എനിക്ക് കുട്ടികൾ അധികമാവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞപ്പോ 100ഓളം കുട്ടികളുണ്ട് നമുക്ക്. അത് പുറം രാജ്യത്ത് അത് ഒരു തരത്തിൽ നന്നായി, അങ്ങനെയല്ല, നല്ലതായിട്ടാണ് വന്നത്. കാരണം പുറത്തുള്ള കുട്ടികൾക്ക് എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഡാൻസ് പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാം നമുക്ക് ഇപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഓൺലൈൻ വരുന്നതിന് മുമ്പ്. അപ്പൊ മലയാളികളായ ഇന്ത്യൻസ് തന്നെ പുറത്തുള്ള ആൾക്കാർക്ക് അവിടെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ തട്ടിക്കൂട്ട് ആയിട്ടുള്ള പഠിക്കലുള്ളൂ. ആൾക്കാർ കുറവാണ് വളരെയധികം പുറത്തുള്ള ആൾക്കാർ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്, എല്ലാ തരത്തിലുള്ള. ഇപ്പൊ ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക് എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഏത് നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാം. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇല്ല. അതുപോലെ നമ്മുടെ കൾച്ചർ പഠിക്കാൻ ഒന്നും അവർക്ക് അറിയില്ല, അവർക്ക് ഒന്നിനെ കുറിച്ച് അറിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരുപാട് സ്റ്റുഡൻസ്, ഇപ്പൊ നമുക്ക് ഇപ്പൊ UK-ന്ന്, US-ന്ന്, യൂറോപ്പിൽ അതുപോലെ ഇംഗ്ലണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പുറത്തുനിന്ന് തന്നെ കുറെ, അബുദാബി, എല്ലായിടത്തും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ അവരെ എല്ലാരെയും നമ്മുടെ കൂട്ടത്തിലേക്ക്, നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി ഇങ്ങനെ ഒരു കോവിഡ്, ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അരങ്ങേറ്റമായിട്ടല്ല, പ്രോഗ്രാം ആയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ബുക്കിംഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോ പുതിയ കമ്പോസിഷൻസും പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാ കോവിഡ് വന്നത്. പക്ഷെ ഞങ്ങള് തളർന്നില്ല. ഞങ്ങൾ പിന്നെയും പുതിയ ചെറിയ ഗ്രൂപ്പ് ഡാൻസുകളും, അത് കുട്ടികൾ തന്നെ. അതാണ് എനിക്ക് എന്റെ കുട്ടികളെ ഭയങ്കര, എന്താ പറയാ, അവര് എന്നെ മനസ്സറിഞ്ഞ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയൊന്നും വേണ്ട, അവര് അടുത്തത് ഇന്ന കാര്യം വരുന്നുണ്ട് കേട്ടോ, അവര് പാട്ടെടുക്കുന്നു, കമ്പോസ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, എനിക്ക് അയച്ചു തരും. അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എനിക്ക് മൊത്തത്തിലുള്ളത്. ഞാൻ ഒരിക്കലും എന്റെ പാരന്റ്സിനെ ആണെങ്കിലും അതെ, എനിക്ക് ശരിക്കും എന്റെ സ്റ്റുഡൻസും അവരുടെ പാരന്റ്സും എനിക്ക് സ്വന്തം ഫാമിലി പോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ തന്നെ അവർ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് അയ്യോ ഓക്കെ ആണോ, എന്താ പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വളരെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് എല്ലാവരും. എനിക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് വേഗം എനിക്ക് വിളിച്ചിട്ട് അയ്യോ അത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതെന്താണ് അത് ചോദിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി തന്നെയാണ് എന്റെ എല്ലാ കുട്ടികളും. അവരുടെ പാരന്റ്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ്. അതിന് കോവിഡ് ആണ് ഒരു കാരണം. ഒരു ഓൺലൈൻ ഇത്രയധികം ഒരു ഫാമിലിനെ എനിക്ക് കിട്ടാൻ കാരണം ഓൺലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് തുടങ്ങാൻ പറ്റിയതുകൊണ്ടാണ്. സോ ഞാനും ഒരു ഡിഫറെന്റ് സിറ്റിയിലാണ്. എനിക്കും കോവിഡ് ആയിട്ടും കൂടി പഠിക്കാൻ പറ്റിയത് ഒരു ലക്ക് തന്നെയാണ്. പിന്നെ ഞാൻ എനിക്ക് പിന്നെ കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി, കുറെ സ്റ്റുഡൻസിനെ, കുറെ ജിൻസി ആയാലും കുറെ പേര് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഞാൻ ഡാൻസ് ക്ലാസ് ചേർന്നത് മീഡിയയുടെ ത്രൂ ആണെങ്കിലും, ബട്ട് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഐ മെറ്റ്. അതും ഒരു വലിയൊരു കാര്യം തന്നെ. സർക്കിളായി ഡാൻസ് പോലെ ഒരു ലാംഗ്വേജ്, ഒരു ആർട്ട് ഫോമിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പേരുണ്ടായിരുന്നു മാത്രം. ജിൻസി ബിസി ആയിപ്പോ എനിക്ക് ജിൻസിയോട് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ. മേ ബി സം ടൈം ലേറ്റർ കണക്ട് ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത്, നമ്മൾ ലൈഫ് സ്കിൽ ആണല്ലോ നമ്മളുടെ നിമിത്തം തുടങ്ങാൻ കാരണം. അപ്പൊ ശ്രീലക്ഷ്മി അനുസരിച്ച് ഏത് ലൈഫ് സ്കില്ലാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്? അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് ഒരു സംഗതിയാണോ അല്ലേ? എനിക്ക് തോന്നിയത് ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ. ഒരു ഡിസിഷൻ, ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുപാട് പേര് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡൈവേർട്ട് ചെയ്യിക്കാൻ നിറയെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടേതായ സ്ട്രോങ് ഡിസിഷൻ ഉണ്ടാവണം. അത് ഡാൻസ് എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫ് ഇരിക്കാൻ ഞാൻ സംസാരിക്കും. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരിക, ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി. ഇപ്പൊ എനിക്ക് ആകെ കൂടെ 4 സ്റ്റുഡൻസിലാ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എവിടെയും പറയും ഷിഖയാണ് എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ്. അപ്പൊ ഇന്ന് ഞാൻ ഷിഖേന്റെ അടുത്ത് ഞാൻ പറയും, ഷിഖയിൽ ഞാൻ തുടങ്ങിയിട്ട് ഞാൻ 100ഓളം കുട്ടികളിൽ എത്തി നിൽക്കുകയാണ്. അതിനെനിക്ക് എന്നും ഷിഖയാണ് ഇതിന്റെ ഐശ്വര്യം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ആ ഒരു 4 സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാംഗ്ലൂരിൽ എന്നെ ആർക്കും അറിയില്ല. ഒരു കേരളത്തിൽ നിന്ന് വന്ന ഒരാള്, ഇവിടെ പഠിക്കാൻ വേണ്ടി വന്ന ഒരാൾ, അത്രയല്ലാണ്ട് എന്നെ കുറിച്ച് ഒന്നും കാര്യങ്ങൾ അറിയില്ല, ഒരു ഐഡിയ ഇല്ല എന്നെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ എന്നെ അറിയാത്ത ഒരു നാട്ടിൽ വന്നു. അപ്പൊ നമുക്ക് ഒരുപാട് പേര് പറഞ്ഞു, ഇപ്പൊ നമ്മളെ അറിയില്ല, നമുക്ക് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല, നാട്ടിൽ തുടങ്ങിയാൽ പോരെ, എന്തിനാണ് എന്ന് ചോദിച്ചിരുന്നു ഒരുപാട് പേര്. പക്ഷെ അവിടുന്ന് ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരില്ല. എനിക്കതൊരു എന്റെ ലക്ഷ്യ എന്ന് പറഞ്ഞ ലക്ഷ്യത്തിൽ എത്തിയതെന്നാണ് ആ ഒരു മീനിങ്, ആ ഒരു വേർഡ് മീനിങ്. അത് ഞാൻ ആ ഒരു അക്ഷണ്യ നൃത്ത നാട്യാലയ എന്നിട്ട് തന്നെ
എന്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം എന്നുള്ള ഒരു ഡിസിഷനാണ്. ആ ഒരു പേര് തന്നെ അതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നും എന്റെ ഡിസിഷൻസ് തെറ്റാവാം ശരിയാവാം, പക്ഷെ ഞാൻ അതിൽ ഇന്നും ഉറച്ചു നിൽക്കാൻ നോക്കാറുണ്ട് എപ്പോഴും. ഞാൻ പറയും ഞാൻ തീരുമാനിച്ചതാണ്. എന്റെ ഫാമിലി ഓൾസോ അത് പറഞ്ഞു, തീരുമാനിച്ചതാണെങ്കിൽ അത് മാറില്ല. ബിക്കോസ് അത് ഞാൻ പറയാറെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തെറ്റാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇന്ന് ഞാൻ എടുത്തു, ആ തെറ്റ് എനിക്ക് മനസ്സിലായി, നാളെ ഞാൻ അത് എടുക്കില്ല. മേ ബി അത് ശരിയായിരുന്നെങ്കിലോ. അപ്പൊ അത് ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഒരു കാര്യം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതായിട്ട് മുന്നോട്ട് പോകും. ചിലപ്പോൾ എല്ലാവരും നമുക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം ആ ലാക്ഷണ്യ നൃത്തനാട്യാലയാണ്. അന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോയി വീട്ടിലിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കില്ല, നമ്മൾ നേരിട്ട് കാണുപോലുമില്ല. അപ്പൊ എനിക്ക് ഇത്രയധികം ഒരു ഫാമിലിനെ കിട്ടാൻ കാരണം ഒരു ദിവസം ഞാൻ എടുത്ത ഡിസിഷന്റെ ബാക്കി പാത്രങ്ങളാണ് ഞാനിപ്പോ ബാംഗ്ലൂരിൽ വന്നതും ഇവിടെ സെറ്റിൽ ആയതും ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതും എല്ലാം അതിന്റെ ഒരു ബാലൻസ് ആണ്. അപ്പൊ ഇന്നും ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ലൈഫിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്ത ചോദ്യം ഞാൻ വരാൻ പോകുന്നത് അഷ്ടനായികയെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാനൊരു ബുക്ക് എഴുതി കഴിഞ്ഞു, ഇനി അടുത്ത ബുക്കിലേക്ക് വരുമ്പോൾ അത് ഡാൻസിന്റെ മുകളിൽ എഴുതാനാണ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് ഡാൻസ് എനിക്ക് കൊച്ചുനാളിലും കുറെ സംഗതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും എന്റെ ഒരു കൊല്ലം കൊണ്ട് ഒരു ലൈഫ് മാറ്റം വന്നതും ഡാൻസ് കാരണം തന്നെ. അപ്പൊ എനിക്ക് ഐ ജസ്റ്റ് ഓ സംതിങ് ബാക്ക് ടു ഡാൻസ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ ഡാൻസിലേക്ക് വേണ്ടി എഴുതാൻ വിചാരിച്ചത്. ഞാൻ എഴുതാൻ വിചാരിച്ചത് കുറച്ച് ഒരു സ്ത്രീകളുടെ കഥകളാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അപ്പോഴാണ് ശ്രീലക്ഷ്മി എനിക്ക് ഒരു ഐഡിയ തന്നത്, ഒരു അഷ്ടനായിക കൂടി എന്തുകൊണ്ട് യോജിച്ചുവിടാന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് എയ്റ്റ് സ്റ്റോറീസ് ഓഫ് 8 വുമൻ. അവർ പറയുന്നത് ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് എന്നാ പറഞ്ഞത്. പക്ഷെ അവർക്കൊക്കെ തരുന്നത് ഡാൻസ് ഇസ് എ ജോയ് ഓഫ് ഡാൻസിങ് എന്ന് പറഞ്ഞതാണ് അവരുടെ മെയിൻ എയിം ലൈഫിൽ. അത് ഭരതനാട്യം എന്ന് ആവണമെന്നില്ല, എന്ത് ഫോം ആയാലും റിലാക്സേഷൻ കിട്ടുന്നത് ഡാൻസ് ആണ്, അവർക്ക് തരുന്ന ധൈര്യം ഡാൻസ് ആണ്. ഇപ്പൊ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു ചെറിയൊരു കഥ ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാനിപ്പോ അഷ്ടനായികയായിട്ട് ലിങ്ക് ചെയ്യണേ. അപ്പൊ ഒന്ന് അഷ്ടനായികയെ പറ്റി പറഞ്ഞ ആൾക്കാർക്ക് കുറച്ച് ഐഡിയയും കിട്ടും എന്താണെന്ന്. ഓക്കെ, അഷ്ടനായികമാരെന്ന് പറഞ്ഞ മോഹിനിയാട്ടത്തിലെ 8 നായികമാരാണ്. അതും പല പല ചിന്താഗതികളോട് കൂടി. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പോയിന്റ് എന്നുള്ളത് നമ്മുടെ നായകനാണ്. ആ നായകനെ വെച്ചുകൊണ്ട് പല ചിന്താഗതികൾ കൂടിയുള്ള 8 നായികമാർ. ചിലത് വളരെ സന്തോഷത്തോടു കൂടിയത്, വിഷമത്തോടു കൂടിയത്, പരിഭവത്തോടു കൂടി പല ഭാവങ്ങളിലൂടെ പോണ നായികമാരാണ്. ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ എങ്ങനെ ഉണ്ടായി, നെക്സ്റ്റ് എന്ത് ടെക്സ്റ്റ് ബുക്ക് എഴുതും എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ അഷ്ടനായികന്മാരെന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് ഉണ്ട്. ഞാനും ഇതുവരെ അങ്ങനെ വായിച്ചിട്ടില്ല അതിനെപ്പറ്റി. ഇപ്പൊ നമ്മള് ഡാൻസിൽ നിന്നുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ ഡെയിലി ലൈഫിലും നമ്മുടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ചേച്ചിയുടെ ജീവിതത്തിലും വന്നു പോയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് അഷ്ടനായികമാര്. അപ്പൊ ഓരോ നായികമാരെ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് എഴുതാം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ ഇടയിലും ഉണ്ടാവും ഓരോ നായികമാര്. ചിലപ്പോ ഇന്നുമല്ല, അത് ഇന്ന് നമ്മളിപ്പോ ഒരു നായികയാണെങ്കിൽ നാളെ നമ്മൾ അടുത്ത വേഷത്തിലായിരിക്കും ഉണ്ടാവുക. ഡാൻസ് ഇപ്പം നമ്മുടെ റിയൽ ലൈഫായിട്ട് നല്ല കണക്റ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്ന പലതും നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഡാൻസിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ എന്നും നമ്മുടെ ലൈഫായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കുമ്പോഴും നമുക്കതൊരു ഭാരമായിട്ട് തോന്നില്ല. നമ്മുടെ ഒരു ലൈഫിൽ കൂടെയുള്ള ഒരു കാര്യമാണത്. അപ്പോൾ അത് എല്ലാം എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒപ്പം ഉള്ള ഒരു കാര്യമായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ 8 നായകരുടെ കഥയാണ് അപ്പൊ അടുത്തത് വരാൻ പോകുന്നത്. നമ്മൾ ഡാൻസായി കണക്ട് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത ഒരു രീതിയിലാണ് അത് കണക്ട് ചെയ്യുന്നത്. കാരണം ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ഒരു മോഹിനിയാട്ടത്തിലെ 8 നായികമാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സ്പെരിമെന്റ്. ഇപ്പൊ ഞാൻ ഒന്നും അയച്ചു തന്നിട്ടില്ല, ഒരു സ്റ്റോറീസ് ഒന്നും ഞാൻ അയച്ചു തരാം. കുറച്ചും കൂടി വർക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ തോന്നാൻ കുറച്ചും കൂടി കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് പോയംസ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു, കുറച്ച് പാട്ടുകൾ ഡാൻസും കുറച്ച് റീൽസ് ചെയ്തിരുന്നു, അത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു ഈ കഥാപാത്രങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഈ തോന്നാൻ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഈ കഥാപാത്രങ്ങളിനെ കുറച്ച് ഡൂഡ്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കെച്ച് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ. അപ്പൊ നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് എത്തണ്ടേ, എന്നാലല്ലേ സ്റ്റോറി വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊരു ഇ ബുക്ക് പോലെയാണ് വിചാരിച്ചിരിക്കുന്നത്, ഒരു ചെറിയൊരു ബുക്ക്. ഒരു 10,000 മാക്സിമം ഒരു 10,000 വേർഡ്സിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ബുക്ക്. സോ ആർക്ക് വേണമെങ്കിലും ഡാൻസിനോട് ഇഷ്ടമുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ജീവിതത്തിലോ എന്തെങ്കിലും ആർട്ട് ഫോമിനോട് ഇഷ്ടമുള്ള ആൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റണം. ഇതൊരു ഡെഡിക്കേഷൻ എന്റെ ടീച്ചർമാർക്കും എന്റെ കൂടെ പണ്ട് പഠിച്ച കുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന നസീറ, വിദ്യ, ഇവരൊക്കെ, പിന്നെ ജയശ്രീ ദീദി, പിന്നെ ശ്രീലക്ഷ്മി, പിന്നെ മീര, ജിൻസി, ഇവരെ എന്റെ കൂടെയുള്ള ആൾക്കാർ എനിക്ക് ഡാൻസിനെ അവർ കാരണമാണ് എനിക്ക് ഡാൻസ് കൂടുതൽ കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ബിക്കോസ് ഒറ്റയ്ക്ക് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ കുറെ പേര് ചേരുമ്പോഴാണ് അതിനൊരു മീനിങ് വരുന്നത്. പിന്നെ വേറെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇനി എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ ഡാൻസിനെ പറ്റിയിട്ട്?
എന്നല്ല എല്ലാരോടും പറയാനുള്ള കാര്യമാണ്, ഡാൻസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും പഠിക്കുക. ഒരിക്കലെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ്, ആ സ്റ്റേജ് എക്സ്പീരിയൻസ് അതൊന്ന് ഒരിക്കലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ. അതല്ലാത്തൊരു മാക്സിമം ഡാൻസ് ആസ്വദിക്കാൻ നോക്കുക. ഒരിക്കലും നമ്മൾ ഡാൻസ് എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ഡാൻസ് അല്ലേ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു കാര്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. നമ്മളിപ്പോ ഗ്രാജുവേഷൻ ചെയ്യണമെന്നില്ല ഡാൻസിൽ അല്ലെങ്കിൽ ഭരതനാട്യത്തിലെ മോഹിനിയാട്ടത്തിൽ പറയുമ്പോൾ ഭരതനാട്യത്തിലോ ഒരുപാട് പഠിക്കാനുണ്ട്. ഭരതനാട്യം തന്നെ നമ്മൾ കാണുന്ന സ്റ്റേജിൽ കാണുന്ന ഒരു 5 മിനിറ്റിന്റെയോ 10 മിനിറ്റിന്റെയോ ആയിട്ടല്ല ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും അതിന്റെ ബിഹൈൻഡ് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഞാൻ പറയുമ്പോൾ അവർക്ക് അതൊരു ആക്ച്വലി ഒരു സന്തോഷം ഉണ്ടാവും ഞാൻ പറയണ കേൾക്കുമ്പോൾ. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടാവും സെയിം സിറ്റുവേഷൻ. ഇതാണോ പഠിക്കുന്നത്, ഇതാണോ എടുക്കുന്നത്, അതെന്താ, അല്ലെങ്കിൽ അതെന്താ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. നമ്മളൊരു 8 കൊല്ലമാണ് കലാമത്തിൽ പഠിക്കുന്നത്. ആ 8 കൊല്ലം നമുക്ക് അതിന്റെ തിയറി ആണെങ്കിലും അതെ, പ്രാക്ടിക്കൽ ആണെങ്കിലും അതെ, അത് പഠിച്ച് അത്രയും. ഞങ്ങളുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ 5 to 6 പാഠസാധകമാണ്. അതുപോലെ കഴിഞ്ഞാൽ 7 to 8 മെയ് സാധകം എന്ന് പറയും. അവരുടെ ടേംസ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോഡി എക്സസൈസ് 9 to 12 വരെ കളരി, ഡാൻസ് ക്ലാസ്സിനാണ് കളരി എന്ന് പറയുന്നത്. 2 to 5 വരെ നമുക്ക് സ്കൂൾ നോർമൽ നമ്മുടെ അക്കാഡമിക്സ്. അപ്പൊ 8 to 10 ആണെങ്കിൽ സ്റ്റേറ്റ് സിലബസ്, +1 +2 എല്ലാം ഉണ്ട്. അത് ആ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 8 വർഷമാണ് നമ്മൾ ആ ഒരു ജീവിതം കൊണ്ടുപോകുന്നത് ഇതേപോലെ. അപ്പൊ ഊഹിക്കാലോ ഒരു 8 വർഷം നമ്മൾ ഇതേപോലെ കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം നമുക്ക് അതിൽ പഠിക്കാനുണ്ടാവും. അപ്പൊ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഡാൻസ് ഒരിക്കലും ഒരു എസ്പെഷ്യലി നമ്മൾ പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. നമുക്കതിൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ഇന്നും എനിക്കൊന്നും അറിയില്ല. നമ്മൾ ഇനി നമുക്ക് കുറെ എത്താനുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയണേക്കാം ഞാൻ ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞു, ഞാൻ മോഹിനിയാട്ടം പഠിക്കാൻ തുടങ്ങി. ഭരതനാട്യം പഠിച്ചു തീരാൻ കഴിയില്ല, ഇനി പഠിക്കേണ്ടി വരും. ഒരുപാട് പഠിക്കാനുണ്ട്. അത് എന്താണെങ്കിലും നമുക്കിന്ന് തീരാന്നുള്ളൊരു കാര്യമില്ല. ഇനിയും ഒരുപാട് പുതിയ കമ്പോസിഷൻസും അല്ലെങ്കിൽ പ്രൊഡക്ഷൻസും പുതിയ കാര്യങ്ങളും എല്ലാം ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം തിയറി മാത്രം ഇമ്പോർട്ടന്റ് ആണ്, പ്രാക്ടിക്കൽ കൂടെ തിയറിയും ഉണ്ട്. അതിന്റെ ഓരോരോ കാര്യങ്ങളുടെ അതിന് പിന്നാലെ കുറെ കഥകളുണ്ട്. അതും ആരും മനസ്സിലാക്കല്ല. വെറും ഡാൻസ് 8 കൊല്ലം 10 കൊല്ലം പഠിച്ചൊന്നും മാത്രം ആയില്ല, കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ അതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയത് എനിക്കും കുറെ കാര്യങ്ങൾ അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ സെക്കൻഡ് ഇന്നിങ്സിലാണ് ഞാൻ കുറച്ചും കൂടി ഡാൻസിനോട് അടുത്തിരിക്കുന്നത്. എനിക്കിപ്പോഴും സ്റ്റേജ് ഫിയർ ഉണ്ട്. എനിക്കും കുറെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റീൽസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ഔട്ട് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് പിന്നെ പേടി ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് സോ ദാറ്റ് ഒരു ഫീഡ്ബാക്കും കിട്ടും നമ്മൾ എങ്ങനെയാണ് നമ്മള് ഡാൻസ് ഒന്ന് കളിക്കാൻ പറ്റൂല്ലേ എന്ന് അറിയണത്. പിന്നെ നമുക്ക് എപ്പോഴും തിയറി എന്താ ചെയ്യണമെങ്കിൽ അതിന്റെ ബിഹൈൻഡ് ഉണ്ട്. എന്തുകൊണ്ട് ഞാനിത് അതറിയണ്ടേ നമ്മൾ കളിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഡാൻസ് ഇന്നത് കളിക്കുമെന്ന് പറഞ്ഞു, അത് ഞാൻ കളിച്ചു. അതെന്താ കളിച്ചു ചോദിച്ചാൽ അറിയണ്ടാവില്ല. ഇപ്പൊ തട്ടടവ് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോ തട്ടടവ് കളിക്കാൻ പറയും. തട്ടടവ് എന്താണെന്ന് അറിയണ്ടാവില്ല, കാലുകൊണ്ട് കൈകൊണ്ട് കാണിച്ചു കൊടുത്ത് അറിയുന്നുണ്ടാവും. നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വേണം പഠിക്കാൻ. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾ പറയില്ലേ ഏതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കി പഠിക്കണമെന്ന്. അത്രേ ഡാൻസിലുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എങ്ങനെ ചെയ്യുന്നു, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ അതിന്റെ തിയറി അറിയണം. അതെന്തുകൊണ്ട്, എന്താണ് മുദ്ര, എങ്ങനെയാണ് ആ മുദ്രകൾ വന്നത്, ഏത് ബുക്കിൽ നിന്നാണ് വന്നത്, എല്ലാം പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ കളിക്കുക പെർഫോമൻസ് മാത്രമല്ല, അത് എന്താന്ന് അറിഞ്ഞു വേണം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് തിയറി ഇത്രയും ഇമ്പോർട്ടന്റ് ആണത്. എനിക്ക് എന്റെ ഫസ്റ്റ് ഡേ ഓർമ്മ, ഞാൻ ശ്രീലക്ഷ്മി കാണുമ്പോൾ എന്നെ കൊണ്ട് തട്ടടവ് 8 സ്റ്റെപ്പും രണ്ടാമത്തത് നാട്ടടവേന്റെ 2-3 സ്റ്റെപ്സ് ചെയ്യിപ്പിച്ചു. എനിക്കറിയില്ല എനിക്ക് എവിടുന്ന് ഓർമ്മയുണ്ടായിരുന്നു. എന്തോ ഉൾമനസ്സിൽ എന്തോ ഓർമ്മയുണ്ടായിരുന്നു. അതും എനിക്കൊരു കണ്ടിന്യൂസ്ലി കളിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് തോന്നിയതാ എനിക്ക് കളിക്കാൻ പറ്റും, രണ്ടാമത് തുടങ്ങാൻ പറ്റും എന്നൊരു ഫീലിംഗ് വന്നത്. അത് ഞാൻ ഇൻ കേസ് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ ബാക്ക് ഔട്ട്, എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച ചിലപ്പോൾ ഞാൻ ബാക്ക് ഔട്ട് ചെയ്ത് പോയത്. പക്ഷെ ഐ തിങ്ക് ആ സപ്പോർട്ട് ഇതുകൊണ്ട് എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കട്ടെ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇല്ല. ഐ തിങ്ക് എല്ലാം ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു. കുറെ പേരുണ്ട്. താങ്ക്സ് ഫോർ ജോയിനിങ് everybody. And ശ്രീലക്ഷ്മി ടൈം എടുത്തതിന് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ദ ഷോ. നമ്മൾ കുറെ കാലമായി പറയണു, സാറ്റർഡേ ഫ്രീ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ എപ്പിസോഡ് നവരാത്രി ടൈമിൽ തന്നെ ചെയ്തത്. സോ താങ്ക്സ് ഗൈസ് ഫോർ ജോയിനിങ്. ഹോപ്പ് നിങ്ങൾക്കും ഞങ്ങളുടെ ഈ സംഭാഷണം അല്ലെങ്കിൽ ഈ ചിറ്റ് ചാറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഞാനൊരു ടീസർ വീഡിയോ ചെയ്തില്ല, ബിക്കോസ് ഒരു എപ്പിസോഡ് കഴിഞ്ഞ അധികം ദിവസം ആയിട്ടില്ല. ഈ അടുത്ത എപ്പിസോഡ് നമ്മൾ സാറ്റർഡേ ആണ്, വിച്ച് ഇസ് അഗൈൻ സ്റ്റുഡന്റ് ഓഫ് മെഡിസിൻ ഇസ് കമ്മിങ്, മോണിക്ക. സോ let's catch up on this Saturday at 7 PM as usual. regular episode തന്നെയാണ് അതും. പിന്നെ അതിനും ടീസർ വീഡിയോ ചെയ്യില്ല. കൂടുതൽ വീഡിയോസ് ചെയ്താലും കുറച്ചൊരു ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ടീസർ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. We'll catch up on Saturday.
Thanks everyone for joining. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ DM us. ആൻഡ് ഡാൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ശ്രീലക്ഷ്മി ഫോളോ ചെയ്യാൻ പറ്റും. ഷീ ഈസ് there in Instagram and Facebook as well. So yeah, thanks everyone. Enjoy your festive season. Have a great time on the weekend as well. Long weekend ആണ്. അപ്പൊ നാളത്തെ ദശരയൊക്കെ എൻജോയ് ചെയ്യാം ശ്രീലക്ഷ്മി. നാളെ കാണാം പൂജ. ഹാപ്പി നവരാത്രി കേട്ടോ. താങ്ക് യു സോ മച്ച്. Thank you so much.